ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് KFC ആണ്. അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് ഒരു 6-7 പീസ് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ലെമണ്, വേറെയും കുറേ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതുവഴിയെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 4 സ്പൂണ് തൈരാണ് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. തൈരും ഇട്ട് ഒരു 4 സ്പൂണ് തൈര്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം പേസ്റ്റിൻ്റെയും തൈരിൻ്റെയൊക്കെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാനൊരു ലെമണ് 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല അതിൻ്റെ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ 6-7 ചിക്കൻ പീസിന് 1 ലെമണ് മതിയാകും. പിന്നെ ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് എല്ലാ സൈഡും പിടിച്ച് വരുന്ന, ചിക്കൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം ഒരുപോലെ പിടിച്ച് വരുന്ന രീതിയിൽ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ. ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 4-4.5 മണിക്കൂർ ശേഷം ഇത് അടച്ച് വെക്കേണ്ടതായിട്ടുണ്ട് ഒരു സൈഡിൽ. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പം ഒന്നുകൂടി എല്ലാം തൈരും ലെമണിൻ്റെ നീരൊക്കെ എല്ലാ സൈഡും ഒന്ന് പിടിച്ച് വരുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇത് ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളെന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല, മൈദ, ഞാനിവിടെ എടുത്ത് 1 കപ്പ് മൈദ, 1 കപ്പ് ഓട്സ്, 1/2 കപ്പ് കോൺഫ്ലോർ, പിന്നെ 2 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മിക്സിങ് തയ്യാറാക്കാം. അടുത്തതായിട്ട് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ നമ്മുടെ മൈദ, 1 കപ്പ് മൈദയിൽ 1/4 ഭാഗം മൈദയും അതിനകത്തേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് മൈദ ബാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചിക്കൻ എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള പൗഡർ മാത്രം നമുക്ക് എടുത്താൽ മതി. പിന്നെ ഞാൻ ആ കോൺഫ്ലവർ മൊത്തം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓട്സാണ്. ഓട്സും ഞാൻ ഏകദേശം 1/4 ഭാഗവും എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൈദയും കോൺഫ്ലവറും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് പുറമേ നമ്മുടെ കോട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്തും ഉപ്പ് വേണ്ട. അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഒരു 2 സ്പൂണ്, 2-1.5 സ്പൂണ്, എരിവ് അനുസരിച്ചിരിക്കും. KFCക്ക് സാധാരണ എരിവ് കുറവായിരിക്കും. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും ചിക്കൻ മസാലയും കോൺഫ്ലവറും എല്ലാം ഒന്ന് മിക്സാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടയെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനുണ്ട്. നമ്മുടെ മുട്ട അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിലോട്ട് ഒരു പാന് വെച്ച് നല്ല എണ്ണ ചൂടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉരുളിയിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഏകദേശം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ എണ്ണ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഓരോരോ ചിക്കനായിട്ട് ഇനി ഇതിനകത്തേക്ക് മുക്കിയെടുത്തിട്ട് എണ്ണയൊക്കെ എടുത്തിട്ട് പൊരിക്കാവുന്നതാണ്. നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും മൈദയും ഓട്സും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൗഡറിലോട്ട് നമുക്ക് ചിക്കനെ ഒന്ന് മുക്കിയെടുക്കണം.
അതിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തുമൊക്കെ പൗഡർ വരുന്ന രീതിയിൽ വേണം ഒന്ന് മുക്കിയെടുക്കാൻ. അതിന് ശേഷം നമ്മുടെ പൊട്ടിച്ച് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് ഒന്നുകൂടെ ഒന്ന് മുക്കി കൊടുക്കണം. ഞാൻ എടുത്ത ബൗള് ചെറുതായിപ്പോയി, നമ്മുടെ ചിക്കൻ ലെഗ് പീസ് അതിൽ മുങ്ങുന്നില്ല. ഞാൻ സ്പൂൺ കൊണ്ടാണ് അത് കോരി ഒഴിച്ചത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പാത്രം എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കനെ മുക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ പൗഡറിലോട്ട്, നമ്മുടെ ഈ മിക്സിലോട്ട് ഒന്നുകൂടി ചിക്കനെ മുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നമ്മുടെ ഈ ഓട്സും ഈ ക്രഞ്ചി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചിക്കനെ മുക്കിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തിളച്ച എണ്ണക്കകത്ത് ഇതിടാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും വേവിക്കണം. അപ്പോൾ നമ്മുടെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണക്കകത്ത് നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലിട്ട് മാറ്റി വെക്കാം. നമ്മുടെ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു നല്ല പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.